സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വേദി നിർണയത്തിൽ അപാകതകളേറെ. പ്രധാന വേദി സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് ഗതാഗതക്കുരുക്കിന് കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. വിവിധ വേദികളിൽ നിന്ന് സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേദികളിലേക്ക് എത്താൻ കഴിയില്ലെന്നും ആശങ്കയുണ്ടാക്കുന്നു. 24 വേദികളിലായി ജനുവരി 4 മുതൽ 5 ദിവസമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്ത് നടക്കുന്നത്. 63ാമത് സംസ്ഥാന കലോത്സവത്തിന് 24 പുഴകളുടെ പേരിൽ വേദികൾ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ തലസ്ഥാനത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കലോത്സവത്തിൽ കല്ലുകടി ഇപ്പോൾ തന്നെ രൂക്ഷമാണ്. തിരക്ക് പിടിച്ച ജനജീവിതത്തെ കാര്യമായി കലോത്സവം ബാധിക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. വേദി നിർണയം കലോത്സവ നടത്തിപ്പിൽ വില്ലനാകുമെന്നാണ് മറ്റൊരു ആക്ഷേപം. പ്രധാന വേദിയായി ഇക്കുറി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഭാരതപ്പുഴ എന്ന പേരിൽ സെൻട്രൽ സ്റ്റേഡിയത്തെയാണ്. സെക്രട്ടേറിയറ്റും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന റോഡിൽ സമീപത്തുള്ള സ്റ്റേഡിയത്തിലേക്ക് പ്രധാന വേദി മാറ്റിയതിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മത്സരത്തിന്റെ ഗ്ലാമർ പോരാട്ടങ്ങളായ മോഹിനിയാട്ടം, സംഘനൃത്തം, ഒപ്പന, കുച്ചിപ്പിടി, തിരുവാതിര, ഭരതനാട്യം, നാടോടി നൃത്തം ഉൾപ്പെടെ നടക്കേണ്ടത് ഒന്നാം വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. കൂടാതെ 4-ാം തീയതി ഉദ്ഘാടന ചടങ്ങും 8-ന് സമാപന സമ്മേളനവും നടക്കേണ്ടതും ഇതേ വേദിയിൽ. ചെറിയ പരിപാടികൾ നടക്കുമ്പോൾ ഉൾപ്പെടെ തിരക്ക് കൂടി ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന ഇവിടം പ്രധാന വേദി കൂടിയാകുന്നതോടെ വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്നതിൽ സംശയമില്ല. ഒന്നാം വേദിയിൽ നിന്നും മറ്റു വേദികളിലേക്ക് പരിപാടി അവതരിപ്പിക്കാൻ പോകേണ്ട വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലാകാനാണ് സാധ്യത. മുൻ വർഷങ്ങളിലടക്കം സ്ഥലം കൂടുതലുള്ള പുത്തരിക്കണ്ടം ഒന്നാം വേദിയായിരുന്നിടത്താണ് ഇത്തവണ സ്ഥലപരിമിതിയുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വേദി മാറ്റം. ജനം, തിരുവനന്തപുരം.